ഇപ്പോഴത്തെ കാലത്ത് ഈ പ്രണയത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ കാലത്ത് പ്രണയമൊന്നുമില്ല, എല്ലാം കളിക്ക് വേണ്ടിട്ട് നടക്കും. ആണായാലും പെണ്ണായാലും കളിക്ക് വേണ്ടിട്ട് നടക്കണം. ആമ്പിള്ളേര് നോക്കുന്നത് സൗന്ദര്യം, സ്ട്രക്ചർ. പെമ്പിള്ളേരാണെങ്കിൽ ഒന്നെങ്കിൽ ആമ്പിള്ളേരോ ഒന്നെങ്കിൽ സ്ട്രോ സൈസ്. ഫസ്റ്റിലെ കാണത്തില്ല, എന്നാലും കുറച്ച് സ്ട്രോ സൈസ് ചെറുതാണെന്ന് പറയും കളകിട്ടു. അല്ലെങ്കിൽ പൈസ തീരുമ്പോഴത്തേക്ക് അവരെ തീർക്കും, അല്ലെങ്കിൽ വേണ്ട. ഇപ്പോഴത്തെ കാലത്തെല്ലാം കഴപ്പ് ഇത്ര തന്നെ. എല്ലാരും മെജോറിറ്റി ഈ കഴപ്പിന് വേണ്ടിട്ടല്ലേ നടക്കുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്ക് രണ്ടിനും മടുക്കും. ഇപ്പോഴത്തെ ജനറേഷൻ മടുത്തിട്ട് അടുത്താലും. ഇപ്പോഴത്തെ കാലത്ത് പ്രണയം എന്ന് പറഞ്ഞാൽ റൂം എടുക്കുക, കളി പാസ്സാക്കുക, കുറച്ച് കഴിയുമ്പോൾ ബ്രേക്കപ്പ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ സപ്പോസ് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐ ലവ് യു നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ പാർട്ട്ണറെ പ്രണയിക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാൽ ആ ഡിഫിക്കൽട്ടീസ് രണ്ടുപേരും ഓവർകം ചെയ്തിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. ഒബ്വിയസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൻ റീൽസ് കണ്ടാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനകത്ത് പറയുക ജെൻസി പിള്ളേർ, അപ്പോൾ അവരുടെ ഒപ്പീനിയൻസ് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും എന്ന് പറഞ്ഞ സർട്ടൻ ഒപ്പീനിയൻസ് അവർ പറയുന്നുണ്ട്. അവർ എന്ത് കണ്ടിട്ടോ ഒരു ആണിനെ ഇഷ്ടപ്പെടുന്ന, ഇതിനകത്ത് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ കള്ളത്തരങ്ങൾ കൂടുതൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പെർസെപ്ഷൻസ് ദേ ഹാവ്. അപ്പം ഏതെങ്കിലും ഒരു സമയത്ത് ഇവർ ഈ കള്ളത്തരങ്ങൾ ഒത്തിരി പറയാം, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പറയും, കള്ളത്തരങ്ങൾ പറയും. ഇപ്പം നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹിക്കുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർമ്മ കാണത്തില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇവരുടെ ലവ് ബ്രേക്കപ്പായിട്ട് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ആൾക്കാരെ കുറിച്ച് ഞാൻ ജനറലൈസ് ചെയ്യാൻ പറയാൻ പറ്റും. സർട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് റീൽസിനകത്ത് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് എസ്പെഷ്യലി ചില പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഈ ബന്ധത്തിലോട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു ഒഴിവാക്കി വിടും. ഇവർ പ്രണയിക്കുന്ന സമയത്ത് ഇതൊന്നും അവർ ചിന്തിക്കത്തില്ല. പ്രണയിച്ച് കഴിഞ്ഞിട്ട് ബ്രേക്കപ്പായിട്ട് ഇത് അവർ ഒബ്വിയസ്ലി അവരുടെ their own പേഴ്സണൽ ചോയ്സ്. അവർക്ക് ഏത് പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇന്നലെ കുറച്ച് അധികം റീൽസ് എല്ലാം കണ്ടിട്ട് വാട്ട് ഈസ് ദ മേജർ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദിസ്. മേജർ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തിനെ സ്നേഹിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. സോ ഇപ്പോൾ സ്നേഹിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് തന്നെ പെർസെപ്ഷൻസ് കാണും. കുറച്ച് പെണ്ണുങ്ങളാണ് ആണുങ്ങളെന്ന് ഡിഫറെൻറ്റ് പെർസെപ്ഷൻ. ചില ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ഒബ്വിയസ്ലി എന്ന് പറയുമ്പോൾ മോസ്റ്റ് ആൾക്കാർ ഇപ്പോൾ തന്നെ നമ്മൾ ആണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇഷ്ടപ്പെടും. ഇതിനകത്ത് ജനറൽ മിക്സ്ഡ് റിയാക്ഷൻസാണ് റീലിനകത്ത് വന്നിരിക്കുന്നത്. ആ പെർസെപ്ഷൻസ് ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ ഗേൾസ് പൊതുവെ പറയുന്ന കള്ളത്തരങ്ങൾ എന്തൊക്കെയാ? ലൈൻ ഉണ്ടോ ചോദിച്ചാല് ലൈൻ ഇല്ല അറിയും, ഇല്ലെന്ന് പറയും. സത്യാവസ്ഥ എന്തായിരിക്കും? ലൈൻ ഉണ്ടാവും, കുളിക്കുമെന്ന് കള്ളം പറയും. സത്യാവസ്ഥ എന്തായിരിക്കും? കുളിക്കത്തില്ല, മേക്കപ്പ് ഇടത്തില്ല എന്ന് പറയും, പക്ഷെ മേക്കപ്പ് ഇടും. അതാ മെയിന്. പിന്നെ ലൈൻ നമ്മളോട് ചോദിക്കും, ഒരാൾക്ക് മെസ്സേജ് അയക്കലുണ്ട്, പക്ഷെ നമ്മ ഇല്ലാന്ന് പറയും, പക്ഷെ നമ്മ അയക്കലുണ്ടാവും. ചെക്കൻ്റെ കൂടെ കറങ്ങാൻ വേണ്ടിട്ട് വീട്ടിൽ പറയും ട്യൂഷൻ ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ്. ചെക്കൻ്റെ കൂടെ പോകാൻ വേണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ആരോടും പറയത്തില്ല എന്ന് പറയും, എല്ലാരോടും പോയി പറഞ്ഞു നടക്കും. നീ ആരോട് പറയരുതെന്ന് പറയും, പക്ഷെ എല്ലാവരുടെ പറയും. വിശ്വസിക്കാൻ പറ്റൂല ഗേൾസിനെ, വിശ്വസിക്കാൻ പറ്റില്ല. മെയിൻ ആണ്. ഇപ്പോഴത്തെ കാലത്ത് ഈ പ്രണയത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ കാലത്ത് പ്രണയമൊന്നുമില്ല, എല്ലാം കളിക്ക് വേണ്ടിട്ട് നടക്കും. ആണായാലും പെണ്ണായാലും കളിക്ക് വേണ്ടിട്ട് നടക്കണം. ആമ്പിള്ളേര് നോക്കുന്നത് സൗന്ദര്യം, സ്ട്രക്ചർ. പെമ്പിള്ളേരാണെങ്കിൽ ഒന്നെങ്കിൽ ആമ്പിള്ളേരോ ഒന്നെങ്കിൽ സ്ട്രോ സൈസ്. ഫസ്റ്റിലെ കാണത്തില്ല, എന്നാലും കുറച്ച് സ്ട്രോ സൈസ് ചെറുതാണെന്ന് പറയും കളകിട്ടു. അല്ലെങ്കിൽ പൈസ തീരുമ്പോഴത്തേക്ക് അവരെ തീർക്കും, അല്ലെങ്കിൽ വേണ്ട. ഇപ്പോഴത്തെ കാലത്തെല്ലാം കഴപ്പ് ഇത്ര തന്നെ. എല്ലാരും മെജോറിറ്റി ഈ കഴപ്പിന് വേണ്ടിട്ടല്ലേ നടക്കുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്ക് രണ്ടിനും മടുക്കും. ഇപ്പോഴത്തെ ജനറേഷൻ മടുത്തിട്ട് അടുത്താലും. ഇപ്പോഴത്തെ കാലത്ത് പ്രണയം എന്ന് പറഞ്ഞാൽ റൂം എടുക്കുക, കളി പാസ്സാക്കുക, കുറച്ച് കഴിയുമ്പോൾ ബ്രേക്കപ്പ്. ഈ ന്യൂ ജനറേഷൻ പ്രണയത്തെ പറ്റി എന്താ ഇവർക്ക് പറയാനുള്ളത്? ന്യൂ ജനറേഷൻ ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുമ്പോ പ്രണയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് കളിക്കാൻ വേണ്ടിയാ, വേറെ ഒന്നിനല്ല. ഒന്ന് കാണുമ്പോ ഇഷ്ടപ്പെടുന്ന കളിക്കുന്ന. ഇപ്പോൾ ഒരാളെ നിൽക്കുമ്പം
വേറെ ആളെ പോയി സ്നേഹിക്കുന്നതും പിന്നെ കൂടെ ഒരു ബെസ്റ്റ് മൈനെ കാണുമല്ലോ. കാണും. പെണ്ണുങ്ങളെന്ന് പറയുമ്പോ ചുമ്മാ ഒരുത്തനെ കാണുമ്പോ അവൻ ആദ്യം കാണുമ്പോ അവനായിരിക്കും ലുക്ക്, പിന്നെ വേറൊരുത്തനെ കാണുമ്പോ അവനെ മതി. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി മാസത്തില ഓരോരുത്തർക്കും പ്രണയം. ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരത്തില്ല, ആരും ഇല്ല. ഇപ്പൊ ചില പെണ്ണുങ്ങളുണ്ട് ആദ്യം തേച്ചിട്ട് വീണ്ടും വരും. അത് നമ്മൾ ഓയിലെക്സിന്റെ സാധനം പിന്നെ തിരിച്ചെടുക്കേണ്ട. പിന്നെന്തൊക്കെ പറയാനുള്ള? ഇവിടെ കള്ളത്തരങ്ങൾ മാത്രമോ പ്രണയത്തിൽ? മൊത്തം കള്ളത്തരം. കാരണം ഇപ്പൊ നമ്മുടെ അടുത്ത് ഒന്ന് പറയാം നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, നീ ഇല്ല ഒരു ജീവിതം ഇല്ല, നിന്നെ കഴിഞ്ഞിട്ടുള്ള എനിക്ക് വേറെ ആരും, വീട്ടുകാരും അമ്മച്ചില്ലെങ്കിലും നിന്നെ എനിക്ക് ഇഷ്ടം എന്നൊക്കെയാ പറയുന്നത്. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് വേറെ തന്നെ കിട്ടുമ്പോ നമ്മുടെ അടുത്ത് ഇങ്ങനെ ആയിരിക്കും പറയാം, എടാ വീട്ടുകാർ സമ്മതിക്കുന്നില്ലടാ, അങ്ങനെ ഇങ്ങനെ വിഷയവാ, ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലടാ. क्या नाम है आपका? My name is Leia. लेया, कहाँ से हैं आप? I am from Kerala. फिर तो आपको हिंदी थोड़ी बहुत तो आती होगी. हाँ, थोड़ा 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 थोड़ा. थोड़ा है। आपका बॉयफ्रेंड है? हाँ है. कितने साल का रिलेशन है आप दोनों का? 3 साल। 3 साल. अगर मैं उसे कॉल करो और कॉल करो उसे जैसे ऐसे बोलो नॉर्मल प्रैंक करो, मुझे ब्रेकअप चाहिए, तो देखते क्या करेगा, करोगे इसे? Seriously? हाँ सीरियसली प्रैंक करते हैं उसके साथ. Okay, I'll try. ठीक है लगाओ कॉल. എടാ ഹലോ, അതെ എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായി. ഇപ്പൊ പറയാൻ ഓക്കെ അല്ലേ? നമ്മുടെ റിലേഷൻഷിപ്പ് ഇനി ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. അതിപ്പം ഞാൻ ബ്രേക്കപ്പ് ആക്കിയാലോ എന്ന് ആലോചിക്കുക. ഹലോ 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 ഹലോ, നീ ഓക്കെ അല്ലേ? എടി ഞാനേ പാലാരിവട്ടത്ത് പൈസ ഹോട്ടലിലുള്ളത്, എനിക്ക് കൈകാലം തളർന്നു പോകണല്ലയാ. എടാ എടാ സോറി സോറി സോറി, ഞാൻ ചുമ്മാ പറഞ്ഞത്. ഐ ലവ് യു ഉമ്മ, ഐ ലവ് യു ഐ ലവ് യു ഉമ്മ ഉമ്മ, ചുമ്മാ പറഞ്ഞതാ, ഞാൻ പ്രാങ്ക് ആക്കിയതാട്ടോ. He was crying. ज्यादा बेवफा कौन होता है, लड़के या लड़कियां? लड़कियां होती हैं। हंस रही हैं साथ में? हाँ लड़कियां होती हैं बेवफा। आप एक लड़की हैं, सोच लें. हाँ मैं अपना भी कहूँगी, शायद मैं भी हूँ। अच्छा, हाँ क्यों होती है लड़कियां इतनी बेवफा? ये तो डिपेंड करता है, क्यों कोई पैसे के पीछे होती हैं, कोई बेहतर की तलाश में होती हैं, डिफरेंट डिफरेंट पॉइंट्स होते हैं सबके। लड़के नहीं होते बेवफा उस हिसाब से? लड़कियां ज्यादा होती हैं, लड़के इतने नहीं होते, लड़कियां ज्यादा होती हैं। ज्यादा निभाता कौन है एंड तक? लड़के ज्यादा करते हैं। कोई एक पॉइंट बता सकती है इस पे कि कैसे निभाते हैं, लाइक मतलब कि उनको अगर किसी एक लड़की के साथ प्यार हो जाए ना, प्यार, तो वो उसको नहीं छोड़ते हैं, कभी भी नहीं छोड़ते हैं लड़के, ठीक है। लेकिन जब अगर लड़की को एक भी बात पता चलेगी ना, या उसको वो होगा बस मैं इसे छोड़ रही हूँ, ये तो ऐसा है वैसा है, तो ऐसी लड़कियाँ होती हैं। आजकल मुझे लगता है लड़कियाँ सबसे आगे जा रही हैं लड़कों से। जी। बेहतर की तलाश में हमेशा कौन रहता है, लड़के या लड़कियां? देखिए रहते तो दोनों हैं, लेकिन सबसे ज्यादा लड़कियाँ उनको बेहतर की तलाश में होती है, कोई ना कोई अक्सर। किसकी लाइफ में अगर अमीर लड़की या लड़का आ जाता है तो वो चूज करेगा, उसकी तरफ ही जाएगा? लड़की चली जाएगी उसे छोड़ के। भले लड़का उसे प्यार करता हो, लड़की भी प्यार करती हो, हाँ फिर भी वो चली जाएगी, क्योंकि वो ये नहीं सोचेगी प्यार है ये है वो मतलब कि उसको ये होगा मैं घूमूंगी ऐश करूंगी, इसके पास तो कुछ भी नहीं है, मेरा नाम होगा मेरी फैमिली में, मेरे कजन्स में, ये वो सब कुछ, ठीक है। वो चली जाती है तो वो ये कहेगी यार इसका प्यार कितनी देर रहेगा, क्योंकि मैंने ऐसे लोग देखे हुए हैं मेरी लाइफ में हैं भी, कि उनको बेहतर मिला, मेरी फ्रेंड्स भी बेहतर मिला, तो वो आगे चले गए उसे छोड़ के। मुझे कहते हैं यार नहीं यार नूर, प्यार एक दिन खत्म हो जाएगा, लेकिन तुम देखना अमीरियत, लेकिन आगे से भी फिर कुछ नहीं मिलता है। उनको आगे से कुछ नहीं मिला? नहीं। किसी को ऐसे देखा है? फाते अमल होता है, सब में होता है। मक्का फाते अमल है? है क्यों नहीं है। आप इस पर यकीन रखती हैं? मैं पूरा यकीन रखती हूँ, जो अल्लाह पे यकीन रखता है फिर तो बस ठीक है। फिर ठीक है चलें, एक और लास्ट क्वेश्चन है मेरा आपके सामने। ये हुआ हो कि एक लड़की एक गरीब को छोड़ के गई किसी अमीर के पास और आगे से उसको ठोकर लगी हो? हाँ हुआ है, मेरी अपनी दोस्त थी जो कि फिर अब उसने मुझे भी छोड़ दिया। हाँ वो मतलब कि उसको पहले वो एक लड़के से प्यार करती थी, वो भी उसको बहुत प्यार करता था, लेकिन हुआ ये कि वो मतलब कि अपने इतना मिडिल क्लास था, तो उसने कहा कि नूर मुझे एक अमीर का आया है, ये इंस्टा पे उसको मिला, वो उसके पीछे चली गई, लेकिन इंस्टा का चक्कर उसका कुछ और था, वो उसको फंसाना चाहता था, वो उसके पीछे चली गई, अच्छे को छोड़ के बुरे के पास गई, उसको आगे से कुछ नहीं मिला, फिर कुछ नहीं मिला, और रोई वो मेरे सामने मेरे पास रोई फिर।
ठोकर लगी फिर उसको वहाँ? लगी, बहुत जोर की लगी और अभी तक याद भी है उसे, शायद वो देखे और मुझे गालियां भी निकाले। यार आप लड़की होके इस तरह की बातें कर रही हैं और लड़कियां कमेंट्स में क्या बोलेंगी? लड़कियों ने जो बोलना बोले, क्योंकि जो सच है मैं वो बता रही हूँ। जरूरी नहीं है कि अगर मैं पाक साफ हूँ तो ये है तो वो है, नहीं। ठीक है, बहुत शुक्रिया। ഈ ബോയ്സ് പൊതുവെ പറയുന്ന കള്ളത്തരങ്ങൾ എന്തൊക്കെയാ? എനിക്ക് നിന്നെയാണ് ഒരുപാട് ഇഷ്ടം. നിന്നെ പോലെ വേറെ ആളെ ഇതുവരെ ലൈഫിൽ സ്നേഹിച്ചിട്ടില്ല. ഞാൻ പെൺപിള്ളേർക്ക് മെസ്സേജ് അയക്കാറില്ല. ഇല്ല, അതാ മെയിനാണ്. ഒരു സത്യം പറയട്ടെ, ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. എന്റെ ലൈഫ് കണ്ടതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള കൊച്ചു നീ ആയിരിക്കും. നമ്മുടെ കൂടെ നടക്കുമ്പോ തന്നെ വേറെ നോക്കുകയും ചെയ്യും. നമ്മള് പോയി കഴിയുമ്പോഴത്തേക്ക് അടുത്ത റിലേഷൻ നോക്കുകയും ചെയ്യും. നമ്മൾ രണ്ടും മാത്രമുള്ള സ്വർഗത്തിലേക്ക് അവള് കടന്നു വന്നാലേ അവളുടെ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പും. വൃത്തികെട്ട ശവം മൂന്ന് കിഴവി. നിന്നെ കൂടെ നടക്കുമ്പോ നിന്നെ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. വേറെ ബെസ്റ്റീസ് ഒന്നുമില്ല. സത്യാവസ്ഥ നമ്മളോട് നടന്നിട്ട് വേറെ നോക്കുക, വേറെ പെൺപിള്ളേർക്ക് മെസ്സേജ് അടക്കുക. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കാണുമ്പം അവരൊന്ന് പ്രപ്പോസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അടുത്ത് എന്ന് പറയും വീട്ടിൽ സീനായി, അതുകൊണ്ട് ബ്രേക്കപ്പ് ആവാൻ നമുക്ക് ഈ പ്രേമിക്കുന്ന പെമ്പിള്ളാരൊക്കെ കല്യാണം കഴിക്കാൻ ഞാനാര് ശ്രീകൃഷ്ണ ഭഗവാനം എന്ന് പറയും. എന്നിട്ട് ആ പെണ്ണെ പോയി സെറ്റ് ആക്കും. നമ്മുടെ അടുത്ത് പറയും വീട്ടിൽ സീനായി, ഉമ്മ പറഞ്ഞു വാപ്പ പറഞ്ഞു ഇങ്ങനാണ് അങ്ങനാണ്. എനിക്ക് നിന്നെയാണ് ഒരുപാട് ഇഷ്ടം. നിന്നെ പോലെ വേറെ ആളെ ഇതുവരെ ലൈഫിൽ സ്നേഹിച്ചിട്ടില്ല. എനിക്ക് എന്റെ പശുവിനെ കറക്കാൻ നേരമില്ല, അപ്പോഴാ ഒന്ന് പോയേ കൊച്ചു. നിങ്ങൾ 5 വർഷമായി ഒരു പയ്യനുമായിട്ട് അഗാധമായ പ്രണയത്തിലാണ്. ഈ കാര്യം വീട്ടിൽ അറിയുന്നു. അമ്മ പറയുന്നു ഒന്നുകിൽ നിനക്ക് എന്നെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അവന്റെ കൂടെ പോകാം. ഒരു ഓപ്ഷനേ ഉള്ളൂ. ആരെ തിരഞ്ഞെടുക്കും? എന്തുകൊണ്ട്? അമ്മയെ തിരഞ്ഞെടുക്കും. എന്തുകൊണ്ട്? അത്രയും നാൾ കഷ്ടപ്പെട്ട് കൊടുത്ത് അവരെ കളയാൻ പറ്റുമോ? അപ്പൊ പയ്യനെടുത്ത് പയ്യനടുത്ത് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രേമിക്കാൻ പോയി സമ്മതിക്കുന്നുള്ളതുകൊണ്ടാ. പറ. അപ്പൊ ആ പയ്യനോട് എന്ത് പറയും? ഞാൻ പറയും വീട്ടിൽ അത്രയും സിറ്റുവേഷൻ ആയതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറയും. അത് നേരത്തെ അറിയത്തില്ലായിരുന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ പ്രേമിക്കാൻ പോവല്ലായിരുന്നു. അതൊന്നും എനിക്ക് ഉത്തരവില്ല. ഞാൻ എന്തായാലും സമ്മതിക്കാൻ വീട്ടുകാരെ പറയുന്നത് കേൾക്കാൻ നിൽക്കും. 5 വർഷമായാലും എന്തായാലും എത്ര വർഷം കൊണ്ട് അവർ നോക്കുന്നതല്ലേ. അപ്പൊ അവര് അത്രയും നാള് ഇൻവെസ്റ്റ് ചെയ്തിരുന്നവൻ അവനെ അപ്പൊ തേക്കുമല്ല പിന്നെ പറയും ചേട്ടാ പറ്റത്തില്ല. ഓക്കെ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, പെമ്പിള്ളേരോട് തന്നെ പോയി ചോദിക്കാം പെമ്പിള്ളേരെ നമുക്ക് എങ്ങനെ വളയ്ക്കണം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അറിയത്തില്ല, നിങ്ങൾ എങ്ങനെ ഇംപ്രസ് ചെയ്യാൻ സാധിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡേറ്റ് റെഡി അല്ല. അയ്യോ, അതും എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഡാൻസ് കളിക്കുന്നവരായാൽ കുറച്ചുകൂടി നന്നായിരിക്കും. പെറ്റ്സിനൊക്കെ ഇഷ്ടമാണെങ്കിൽ പെറ്റ് ലവർ ആയിരിക്കണം. ഡ്രസ്സിംഗ്, നല്ല ഡ്രസ്സിംഗ് സെൻസ് ഉള്ള ആൾക്കാരെ കുട്ടിക്ക് ഭയങ്കര താല്പര്യമാണ്. പിന്നെ നിങ്ങളുടെ താല്പര്യം വരയ്ക്കാനൊക്കെ കഴിവുണ്ട്. വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാർക്ക്. ഇങ്ങനെ നമ്മളോട് കണ്ണിൽ നോക്കി സംസാരിക്കണം. കുറച്ച് ലോകവിവരമൊക്കെ ഉണ്ടായേക്കാം. ലോകവിവരം. ഇന്ത്യ പിന്നെ വരുന്നത് ഇന്ത്യ 2 ഉണ്ട്. പിന്നെ കുറച്ച് കോമഡി ഒക്കെ ആണെങ്കിൽ നല്ല കോമഡി പരമായിട്ട് സംസാരിക്കണം. ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. എന്നാ ഞാൻ പൊക്കോട്ടെ? വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. कुछ दिनों पहले मेरी एक्स गर्लफ्रेंड मुझे मिली यहाँ पे कहीं घूमते हुए, और शी टोल्ड मी कि आयुष यार तू तो बड़ा फेमस हो गया, गाने वाने गा रहा है आजकल, तो वापस से रिलेशन में आएगा क्या मेरे साथ? तब मैंने उसको कहा गल सुन मेरी तू मुटियारे की समझे अपने आप, मेरे मधुर तू की कर दी यह गल बस तू नैनों से फाइयां पेश न कर, अब बोलो थोड़ा जी हाँ कर, सिखे साखे प्यार करने दावड़ झूठे संग साडे एक पल, बेवफा 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 निकली है तू, झूठा प्यार झूठा प्यार झूठा प्यार गिरता है तू. പോയി നിന്നെ ഇംപ്രസ് ചെയ്യണ എന്തൊക്കെ ചെയ്യാം? താടി വേണം, മീശ വേണം, ഇങ്ങനെ കളിക്കണോ എനിക്കത് പിടിച്ച. അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ആവശ്യത്തിനുള്ളത് മതിയോ? നല്ല കുണ്ടിയുള്ള ആൾക്കാരായിരിക്കണം.
നല്ല കുണ്ടിയുള്ള ആൾക്കാരായിരിക്കണം. എന്താ വേണ്ടത്? കുണ്ടി. അമ്പിള്ളാര് പെമ്പിള്ളാര് വായി നോക്കുന്ന പോലെ തന്നെ ഞങ്ങള് പെമ്പിള്ളാര് അമ്പിള്ളാരെ നോക്കും. അപ്പൊ പെങ്ങൾ ആദ്യം മെയിനായിട്ട് നോക്കാൻ എന്താണ്? കുണ്ടി നോക്കും. കുണ്ടി ഉണ്ടോന്ന് നോക്കും. വേണം. അപ്പൊ അങ്ങനെയുള്ള പോലീസിനൊക്കെ ഡിമാൻഡ് ഉണ്ടോ കുണ്ടിയുള്ള? ഉറപ്പായിട്ടും കാണും. വണ്ടി എടുക്കും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കെ കുടിക്കുകയും വലിക്കുകയും ചെയ്യല് നിങ്ങൾ കിട്ടുക. എപ്പോ ഒന്നും കുടിക്കണ്ട, ഇടയ്ക്കല്ല ഇപ്പൊ ഞാൻ കുടിക്കണം എന്ന് ചോദിച്ചു റൊമാൻറ്റിക്കലായിട്ട് സീനായിട്ട്. എങ്ങനത്തെ ചെക്കനെ കിട്ടുന്ന ആഗ്രഹം? ചെക്ക നല്ല മീശ വേണം, പിന്നെ എന്നെ നോക്കണം, വോട്ട് കുടിക്കണം. എന്ത് മന്തി ലവറേക്കാം. മന്തിയും ബോട്ടിയും നല്ല പോയിക്കോട്ടെ. എന്റെ എസ്റ്റിക്ക് ഫോട്ടോ നിൽക്കണം. എന്ത് ഫോട്ടോ? എസ്റ്റിക്ക് ഫോട്ടോ. എന്ത് ഫോട്ടോ? എസ്റ്റിക്ക്. എത്ര സാലറി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ? സാലറി ഞാൻ നോക്കിക്കോളും. നീ നോക്കൂ. അപ്പൊ ജോലിയും വേണ്ട, എല്ലാരും ഇവിടെ നോക്കിക്കോളാം. കൂലിപ്പണിക്കാരനൊന്നും വേണ്ട. ഓ പണിയും ഇല്ലേ, പക്ഷെ കൂലിപ്പണിക്കാരൻ. ഒരു മണിക്കും പോകണ്ട. ഞാൻ നല്ല സാലറി ഉള്ള ജോബ് നോക്കിക്കോളും. അടുത്ത പരിപാടിക്ക് അടുത്ത പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് മുംബൈ പോയിട്ട് ജേർണലിസം പഠിക്കണം. മുംബൈ പോകും. മുംബൈയിൽ ഏടാ? മുംബൈയില് എടാ ഏടാ കൊണ്ടാ മറ്റേ ഒരു സാധനം ഇല്ല, വലിയ സാധനം പഠിക്കുന്ന വലിയ സാധനം. അതില്ല വലിയ സാധനം. നമ്മളെ വലിയൊരു മുംബൈയിൽ കുറെ വലിയ സാധനങ്ങൾ ഞാൻ കണ്ടിട്ട് പറയും. മീറ്റിംഗ്സ് ആണ്. എന്തിനു ഉദ്ദേശിക്കുന്നത്? വലിയൊരു ഇതുപോലത്തെ സാധനമില്ലേ, വലിയ ബിൽഡിംഗ് ഇല്ലേ, വലിയ അതന്നെ ഞാനും പറഞ്ഞ വലിയ മീറ്റിംഗ്. പേരെന്താ, എന്തോ സിറ്റിയാണ്, എന്തോ മുംബൈയിൽ എന്തോ ഒരു സിറ്റി. ആടെ പഠിക്കണം. ആടുന്ന് നമ്മളെ ഇഷ്ടത്തിന് നടക്കണം. മൊത്തത്തിൽ ഇങ്ങനെ പറയണേ, ലൈഫ് മൊത്തം ഇങ്ങനെ നോക്കി. ലൈഫ് മൊത്തം ഞാൻ അവനെ പൊന്നും എല്ലാം നോക്കും. എനിക്ക് നല്ല സാലറി എല്ലാം കിട്ടി, ഞാൻ കൊറേ കറക്കോ എല്ലാം ചെയ്യാൻ. അന്നേരം നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ വേറൊന്നുമില്ല. ശരി. आपको क्या लगता है कि ज्यादा बेवफा कौन होता है, लड़के या लड़कियां? लड़कियां होती हैं. लड़कियां? हाँ जी, हंस भी रही हैं. हाँ लड़कियां होती हैं बेवफा. लड़के नहीं होते? इतने नहीं, सम टाइम कुछ मजबूरियां वगैरह हो जाती हैं कि जिसकी वजह से लड़के भी हो जाते हैं, लेकिन मैंने जहाँ तक देखा है ज्यादा लड़कियां होती हैं. अच्छा, आपको क्या लगता है कि अगर एक अमीर लड़की है वो एक गरीब लड़के से शादी करेगी? बहुत कम, बहुत कम. 100 से सिर्फ 1% करेंगे, 99% नहीं करेंगी. मतलब चाहे लड़का जितनी मोहब्बत करने वाला नहीं करेंगी, कभी भी नहीं. और अगर एक गरीब लड़की हो और एक अमीर लड़का हो तो उससे शादी करेगा अगर लड़की लोयल है तो? अगर लड़का भी लोयल है, लड़की भी लोयल है तो वो कर लेगा. वो अपनी फैमिली को मना लेगा. जितना मर्जी अमीर हो, वो अपनी फैमिली को मना लेगा. और ऐसा नहीं देखा यार कि किसी अमीर लड़की ने गरीब लड़के से शादी कर ये नहीं मैंने देखा अभी तक. आज तक कभी नहीं देखा? नहीं. कि अगर एक लड़की एक लड़के को छोड़ जाए या एक लड़का लड़की को छोड़ जाए, आपको क्या लगता है कि ज्यादा जल्दी संभल कौन जाता है और कौन मूव ऑन नहीं कर पाता? लड़की ही ज्यादा जल्दी समझ जाती है, औरत जाती कर जाती है ज्यादा जल्दी मूव. मर्द नहीं कर पाते? मर्द जल्दी नहीं कर पाते. क्या मतलब? मतलब ये कि मर्द जल्दी मूव ऑन नहीं कर पाते, औरत मतलब कि जल्दी मूव ऑन हो जाती है. वो अपनी जिंदगी का फैसला जल्दी ले लेती है. मर्द जो होता है वो जल्दी अपनी जिंदगी का फैसला नहीं ले पाता. जो लड़के प्यार में धोखा खाते हैं, आपको क्या लगता है कि वो किस हद तक जा सकते हैं? कुछ लोग सुसाइड कर लेते हैं, ठीक है, और कुछ लोग नशे में लग जाते हैं, ठीक है. और अगर इस्लाम में या कुरान पाक में सुसाइड करना हराम ना होता तो आज तक 80 to 75% लोग सिर्फ इश्क मुशुकी की वजह से ही सुसाइड से उठ जाते होते अब तक. आप ऐसे आए ना ऐसा टाइम पास के लिए आए ना, तो अगर आपको लग रहा है कि क्योंकि लॉयल मर्द भी मुझे लगता है कि बहुत कम होते हैं. मर्द को लॉयल होने में एक टाइम लगता है. तो मैं कहती हूँ कि अगर आपके साथ एक मर्द लॉयल है ना, तो फिर उसके साथ आपको मतलब कि लॉयल ही रहना चाहिए. आप
फौरन चेंज ना हो फिर वो एंड पे कहती हैं कि यार घर वाले नहीं मान, घर वाले नहीं मान पहले ये बात सोचनी चाहिए उनको। बहुत जाहिर सी बात है, पहले हर लड़की को ये बात सोचनी चाहिए ना कि किसी से बात करने से पहले लड़की को ये बात जरूर सोचनी चाहिए कि घर वाले मानेंगे कि नहीं मानेंगे। आपने मर्द जात के लिए बहुत अच्छी बातें की है, मेरा भी रूह खुश हो गया है। तो आपको हमारी तरफ से दिया जाता है हमारा रैवी ग्रो का हेयर ऑयल, आप इसको यूज करें, आपका हेयर फॉल भी कंट्रोल होगा। आपके ये जो बाल है ना, अभी ये माथे पे सारे बाल आ जाएंगे इंशाल्लाह, ठीक है। बालों का जो रूखापन है सारा ये वो भी खत्म हो जाएगा। बहुत थैंक यू सो मच। ഈ വണ്ടിയിലൊക്കെ കുറെ ചേട്ടന്മാര് ഷോ കാണിക്കത്തില്ലേ, അതേ പറ്റി എന്താ പറയാനുള്ളത്? അവന്മാര് വാപ്പായെ പഠിച്ച പൈസയൊക്കെ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഷോ കാണിക്കുമ്പോ കുറെ പിള്ളേര് പോവാ ബൈക്കുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ അതിന്റെ പുറകെ കയറി അങ്ങ് പോകും. കൊണ്ട് വല്ലോടത്തും കൊണ്ടിടുമ്പോഴേ അറിയത്തുള്ളൂ അതിന്റെ വിഷമം. സ്വന്തം വണ്ടി പോലും അല്ല, വേറെ വല്ലവരുടെ വണ്ടി അവര് പോലും ഇങ്ങനെ ഓടിക്കുന്നില്ല. അവന്മാര് കൊണ്ടുവരും, ഓരോന്നിനെ കയറ്റും, കടയിൽ കൊണ്ട് എല്ലാം വാങ്ങിച്ചൊക്കെ കൊടുക്കും. 2 ദിവസം കഴിയുമ്പോ ഇതുപോലെ ഇവരെ കണ്ട് മടുത്ത് കഴിയുമ്പോ ഇവരെ കൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് വേറെ ആൾക്കാരെ നോക്കാൻ പോകും. എന്തുള്ളൂ, എന്റെ ഐഫോൺ ഉണ്ട്, വീട്ടിൽ കാറുണ്ട്, ബെൻസ് ഉണ്ട്, അതുകൊണ്ട് വാപ്പയ്ക്ക് വലിയ ബിസിനസ് ആകാൻ പോയിട്ടുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് സത്യം അറിയുമ്പോഴായിരിക്കും കുറ്റക്കാരൻ കാണാത്. സ്കൂൾ കെട്ടി നമ്മളെ കറങ്ങാൻ കൊണ്ടുവന്നൊക്കെ വിചാരിക്കും ചിലവര്. അത് കണ്ടിട്ട് ചിലവരൊക്കെ പോയി ഇവര് വരുമ്പോഴ ഒരു 50 രൂപയ്ക്ക് പോലും പെട്രോൾ അടിക്കാൻ കാശില്ലാത്തവരായിരിക്കും വല്ലവരുടെ വണ്ടി എടുത്തുകൊണ്ട് വരുന്നത്. ഈ വൺ സൈഡ് ലവിനെ പറ്റി എന്താ പറയാനുള്ളത്? കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അവരെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അതിപ്പോ എത്ര കാലം ആയിരുന്നാലും അത് മാറാൻ പോകുന്നില്ലെന്നാണ് എന്റെ ഒരു ഇത്. ഞാൻ കാണും നേരം തൊട്ട് അത് അവരുടെ ഒരു നോട്ടം കൊണ്ടോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ദിവസം ഹാപ്പിയാണ് ആയിരിക്കും. ജസ്റ്റ് നമ്മളവിടെ മിണ്ടിയാ പോലും നമ്മള് ഹാപ്പിയാണ്. വൺ സൈഡ് ആകുമ്പോ നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കും, നമ്മുടെ ഫുൾ എഫേർട്ട് അവർക്കായിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേര് തന്നെ കൂടുതലും ചീറ്റ് ചെയ്യുന്നത് ആൺപിള്ളേരെക്കാട്ടിലും. കുറെ പേര് ഒരാളെ നോക്കിയിട്ട് പിന്നെ അടുത്ത ആളെ കാണുമ്പോ അയാളോട്ട് തൊട്ട് പോകും. അങ്ങനെ ഒരു പല ആൾക്കാരല്ലോ. അതെ അതെ, അവരും അറിയത്തില്ല, നമുക്ക് സ്നേഹിക്കാലോ. ഇനിയിപ്പോ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും നമുക്ക് സ്നേഹിക്കാലോ അവരെ. ഈ കുടിക്കുന്ന വലിക്കുന്ന ബോയ്സ് നിങ്ങൾ കല്യാണം കഴിക്കൂ? എങ്ങനെയാ അറിയാ? എനിക്ക് താല്പര്യമില്ല. കല്യാണം കഴിക്കൂല? കുഴപ്പമില്ല. കുഴപ്പമില്ല ഒരുമിച്ച് ഇരുന്നായിരിക്കും. അതെ അതെ, നമുക്കതേ ആയിരിക്കും. അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിലോ? സിറ്റുവേഷൻഷിപ്പ്, റിലേഷൻഷിപ്പ്, ബെഞ്ചിങ്, ഗോസ്റ്റിങ്. ഒരു റിലേഷൻ ഇടയ്ക്ക് ഒരു തേർഡ് പേഴ്സൺ കയറി വരുന്നത് ഓപ്പോസിറ്റ് പാർട്ണറിന്റെ കഴിവില്ലായ്മ കൊണ്ടാണോ? അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കഴിവില്ലായ്മ കൊണ്ടല്ല, ആ കേറി വരുന്ന ആളുടെ കഴിവ് കൂടുതലും ഉണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പാർട്ട്ണറിനെ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നോണ്ടായിരിക്കാം. ചീറ്റ് ചെയ്താലും അപ്പുറത്തെ ആള് കണ്ടുപിടിക്കത്തില്ല എന്നുള്ള പാർട്ട്ണറിന്റെ അമിതമായ വിശ്വാസമായിരിക്കാം കൊണ്ടുവരുന്നത്. പിന്നെ ഇക്കാലത്ത് ഇഷ്ടംപോലെ ഷിപ്പുകളുണ്ടല്ലോ. സിറ്റുവേഷൻഷിപ്പ്, റിലേഷൻഷിപ്പ്, ബെഞ്ചിങ്, ഗോസ്റ്റിങ്. ആകെ ബെസ്റ്റിയാണ് ഏറ്റവും കുഴപ്പം. സത്യത്തിൽ നല്ലതല്ല. നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം, റിലേഷൻഷിപ്പ് ആണ്, അവൻ എന്റെ ലവർ ആണ്, അല്ല അവൾ എന്റെ ലവർ ആണ്, എന്റെ പാർട്ട്ണർ ആണ്, ഓക്കെ. നല്ലതല്ല. അവർക്ക് പ്യുവർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ ഈ ബെസ്റ്റുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ബെസ്റ്റുകളോട് പ്രതികരിക്കാൻ ചാൻസ് കിട്ടുക, അപ്പൊ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നന്നായിട്ട് ഒറ്റ അടിയെ വെച്ചോ കൊടുക്കും. മുമ്പിൽ കിട്ടിയ നല്ല അടി വെച്ചോ കൊടുക്കും. ബോയ്സിനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റിലേഷൻഷിപ്പ് എടുക്കാം പറയുവാണെങ്കിൽ തന്നെ ഒരു നമ്മള് റിലേഷൻ ആയിരിക്കുന്ന സമയത്ത് ഒരു പറയും നമ്മള് തേന് പാലി ചക്കര പറയും. നമ്മളാണ് അവരുടെ ലോകം, നമ്മളാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ലൈഫിൽ ഒരു പോയിന്റ് വരുന്ന സമയത്ത് അവരുടെ പ്രയോറിറ്റി നമ്മളായിരിക്കില്ല. ആ പോയിന്റില് നമ്മൾ എവിടെയാണോ നമ്മൾ എന്താണെന്നൊന്നും അവർ ചിന്തിക്കില്ല. കാരണം അവർക്ക് അവരുടെ ലൈഫ് സെറ്റ് ആക്കിയാൽ മതി. നമ്മളപ്പോ ചിന്തിക്കൂടില്ല. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും, അമ്മ ഇങ്ങനെ ഒരാളുടെ കൂടെ ആണോ ഇത്രയും കാലം നിന്നേ, നമ്മൾ ഇത്രയും വിശ്വസിച്ചത് ഇങ്ങനത്തെ ഒരാളെ ആണോ എന്നുള്ളൊരു സംഭവം വരും. പെട്ടെന്ന് ഇപ്പത്തെ ചക്കന്മാരെ പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യരുത്. ഇതാണല്ലോ മുന്നേ ഒരിങ്ങനെ പുറകെ നടന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണ്, അതൊക്കെ ഓക്കെ വരുമ്പോ പിന്നെ ഒരു ടൈം എത്തുമ്പോ ഒരിക്കൽ എന്താ പറയാ, നമ്മൾ പിന്നെ അവിടെ ഒന്നുമല്ല.
अब क्या चाहती हैं कि आपका जो फ्यूचर हस्बैंड हो मिनिमम जो कितना कमाता हो मंथली? कमाता नहीं भी हो तो चलेगा, बस मुझे खुश रखे, मेरे साथ लॉयल हो, मेरा एहसास करे, दैट इज इम्पोर्टेंट। लेकिन ये ऐसा कैसे हो सकता है कि एक लड़का कमा नहीं रहा और लड़की कह रही है कि भाई मुझे वो भी चलेगा, तो कैसे करे फिर घर का गुजारा कैसे होगा? गुजारा हो जाता है, आप अगर एक साथ मिल बैठ के ठीक तरीके से रहो, लॉयल्टी के साथ रहो, सच्चाई के साथ रहो, जेन्युइननेस के साथ रहो, तो गुजारा हो जाता है। कमा ही कुछ नहीं रहा तो कैसे गुजारा होगा? द थिंग इज पैसा इज इम्पोर्टेंट, बट ये चीजें आर मोर इम्पोर्टेंट जो कि आजकल नहीं है, तो दे आर मोर इम्पोर्टेंट। तो अगर ये है एंड एट द सेम टाइम बोथ ऑफ अस आर वर्किंग, हम दोनों काम कर रहे हैं, तो घर तो चल जाएगा। बट अगर ये सब बिल्कुल भी नहीं है तो मैं पैसे का क्या करूँगी? एक वो लड़का जो 2 करोड़ रुपए मंथली कमा रहा है, बिजनेसमैन है, और एक वो लड़का जो 40,000 रुपए एक महीने का कमा रहा है और है लॉयल, तो आप किसको चूज करें? 40 वाले को, 40,000 वाले को, क्योंकि वो लॉयल है, मेरा एहसास करता है। पैसा सब कुछ नहीं होता। 2 करोड़ वाला आपको भाई दुनिया की हर आराम, हर आसाइश जो आपको चाहती है वो आपको मिलेगी, बट वो मेरा ख्याल नहीं रखेगा, मेरा एहसास नहीं करेगा। ऑल इज गोना केयर अबाउट इज गोइंग टू पार्टीज एंड शोइंग अप, तो दैट्स नॉट व्हाट आई वांट। उसमें क्वालिटीज इसके अलावा कौन कौन सी होनी चाहिए? मेरा एहसास करता हो, इंसान का बच्चा हो, तमीज वाला हो, बस, और क्या चाहिए होता है। और दिखने में कैसा हो? ऑनेस्टली वो भी इतना मैटर नहीं करता। मैटर नहीं करता। If he is loyal, if he is genuine, if he cares about me, if he loves me, और रोज एक गुलाब का फूल भी लाके दे दे, तो that's enough। अरे ये ऐसी लड़कियां कहाँ पे नजर आती नहीं हमें? होती है कहाँ पे मिलती हैं? ये खड़ी आपके सामने। ഒരിക്കലും ഒരു പെണ്ണിനോട് നിന്റെ ഇൻട്രസ്റ്റ് ഓവറായിട്ട് കാണിക്കരുത്. 3G ആയിരിക്കും മേഘുന പറഞ്ഞുതരാം. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് ഒരിക്കലും നീ ആദ്യം പറയരുത്, അവളായിരിക്കണം നിന്റെ അടുത്ത് ആദ്യം പറയേണ്ടത്, എന്നിട്ടേ നീ ഐ ലവ് യു പറയാവുള്ളൂ. പെണ്ണ് ആണിനെ ചേസ് ചെയ്യണം, എന്നാലേ ആ റിലേഷൻഷിപ്പ് ലോങ് ടേമിൽ സക്സസ് ആവത്തുള്ളൂ. പെൺപിള്ളേരിൽ കൂടുതൽ പേരും അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ജനറ്റിക്കലി നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ കാലം മുതലേ അത് അങ്ങനെയാണ്. സോ നമ്മൾ ഒരു പെണ്ണിന്റെ ലുക്സ് മാത്രം കണ്ട് അവളെ ഓവറായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് വായും ചെന്ന് കഴിയുമ്പോൾ അവർക്ക് നമ്മളോടുള്ള റെസ്പെക്ട് ആണ് പോകുന്നത്. കാരണം അവര് 16 വയസ്സ് മുതൽ ഇത് തന്നെയാണ് എല്ലായിടത്തും കേൾക്കുന്നത്. അവൾക്ക് അവളുടെ കുറ്റങ്ങളും കുറവുകളും ഇമോഷണൽ ഇംബാലൻസും ഒക്കെ വളരെ നന്നായിട്ട് അറിയാം. സോ അവളുടെ ലുക്സ് മാത്രം കണ്ട് ഓവർ എക്സൈറ്റ്മെന്റ് കാണിച്ചിങ്ങനെ ഒലിപ്പിച്ചോണ്ട് വരുന്നത് വളരെ പതറ്റിക് ആയിട്ടാണ് അവള് കാണുന്നത്. നമ്മൾ അവളിൽ ഇമോഷണലി അഡിക്റ്റഡ് ആണ്, അവളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു ഫീല് അവൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവള് ഗെയിം ജയിച്ചു. പിന്നെ ഒരിക്കലും റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് പോവില്ല. സോ നമ്മൾ ഒരിക്കലും അവൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പിടികൊടുക്കരുത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇൻട്രസ്റ്റ് അറിയിക്കുക, അതായത് തന്റെ സ്മൈല് നന്നായിട്ടുണ്ട്, ഈ ഡ്രസ്സ് കൊള്ളാം, അത്രയൊക്കെ മതി ബേസിക് കോംപ്ലിമെന്റ്. എന്നിട്ട് നമ്മൾ നമ്മുടെ പണി നോക്കി പോവാ. അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവള് നമ്മളെ ഇങ്ങോട്ട് വന്ന് ഹിറ്റ് ചെയ്തോളും. ഇനി അവൾ വന്നില്ലെങ്കിൽ അവളെ വിട്ടേക്കുക, അടുത്ത ആളുടെ പുറകെ പോവാ. ബ്രോ, പെണ്ണിന് നിന്നോട് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അവള് നിനക്ക് കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഈസി ആക്കി തരുമല്ല. നിന്നെ ഇട്ടിങ്ങനെ മാസങ്ങളും വർഷങ്ങളും ഇട്ട് വട്ടം കറക്കത്തില്ല. സോ നിന്റെ റിലേഷൻഷിപ്പിൽ ഇതുപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ബയോയിൽ ലിങ്ക് കൊണ്ട് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ശരിയാക്കാം. പിന്നെ ഫോളോ ചെയ്താൽ ഡെയിലി ഇതുപോലത്തെ ടിപ്സ് കിട്ടും. ഇപ്പത്തെ പ്രണയമാണോ അല്ലെ പണ്ടത്തെ പ്രണയമാണോ? ഇപ്പോഴത്തെ പ്രണയം പണ്ടത്തെ പോലെയല്ല. ഇപ്പോഴത്തെ വെച്ചാല് പിന്നെ ബ്രേക്കപ്പ് ആവും. പക്ഷെ ഞാനെല്ലാം പ്രണയിച്ചിട്ട് 5-6 കൊല്ലം പ്രണയിച്ചിട്ട് വന്നത്. അതുകൊണ്ടാണ് അനുഭവത്തെ കൂടി പറയാ. ഇപ്പത്തെ പ്രണയം പണ്ടത്തെ പ്രണയം വ്യത്യാസമൊന്നുമില്ല. പണ്ട് നമ്മൾ ഒരാളെ പ്രണയിച്ചിട്ടുണ്ട്, അയാൾ മാത്രമേ മനസ്സിലുണ്ടാവും. ഇപ്പൊ വെച്ചാൽ ഈ കോളേജിലെ കുട്ടികൾ ഒരു 6 മാസം ഒരാളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ മാസം വേറെ ആണ്. അതാണ് ഓരോരുത്തരെ ആത്മഹത്യ ചെയ്യുന്നില്ല കുട്ടികളെല്ലാം. അതിലാണ് പ്രണയിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ഒരാളെ നിങ്ങള് പ്രണയിച്ച ആളത്തെ ഞാൻ ഇപ്പം പ്രണയിച്ചിട്ട് 5-10 വർഷം 16 വർഷമായി. 16 വർഷം. പ്രണയം തന്നെ. ഇൻസ്റ്റാഗ്രാം പേജിലല്ല നോക്കാം. ശരി, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. UK എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വേറെ റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഒഴിവാക്കും.
വേറെ ചെക്കൻ എന്തെങ്കിലും ചെയ്യുമെന്തെങ്കിലും ഫ്രൂട്ടിയിൽ എന്തെങ്കിലും ഒഴിച്ച് എന്തെങ്കിലും കർമാന്നെല്ലാം പറയുന്നല്ലോ കിട്ടിക്കോളും. എന്നെ കിട്ടിക്കോളും. അടിച്ചതിന്റെ കണ്ടു ഉറപ്പായിട്ട് വിടും. പെമ്പിള്ളാര് പൊതുവെ പറയുന്ന കള്ളങ്ങൾ. ലിപ്സ്റ്റിക് ഇട്ടില്ല, കുളിച്ചെന്ന്. മേക്കപ്പ് ഇടാറില്ല. എപ്പോഴും ബിസിയാന്ന് പറയും. എപ്പോഴും ബിസിയാണെന്ന് പറയും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം? 5 ഒന്നും പറയാനില്ല. എല്ലാം പറയുന്ന കള്ളത്തിനാ അവര്. മൊത്തം കള്ളത്തിനാ. ഞങ്ങൾ രണ്ടാൾക്കും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ആയിട്ട് നെക്സ്റ്റ് ഇയർ മാരേജ് ചെയ്യാൻ പോവാ. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താണ്? അത് വർക്കൗട്ട് ആവോ ഇല്ലയോ? തീർച്ചയായും വർക്കൗട്ട് ആവും. ഞങ്ങൾ രണ്ടാൾക്കും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ആയിട്ട് നെക്സ്റ്റ് ഇയർ മാരേജ് ചെയ്യാൻ പോവാ. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ. എത്ര നാളെ റിലേഷൻഷിപ്പ്? ഇപ്പോ 5th ഇയർ ആവും. 5 വർഷം. ലോങ് ഡിസ്റ്റൻസ് ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. തീർച്ചയായും വർക്കൗട്ട് ആവും. ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യവും ഷെയർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരനോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ആളും അതുപോലെ തന്നെ നമ്മളോടും ഷെയർ ചെയ്യുക, ഒന്നും ഹൈഡ് ചെയ്യാതിരിക്കുക. അപ്പം എന്തായാലും വർക്കൗട്ട് ആവും. ഞങ്ങൾ രണ്ടുപേരുടെ ഇപ്പോൾ അതുപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇഷ്യൂസ് വരാതിരിക്കുക, ട്രസ്റ്റ് ഇഷ്യൂസ് അത് വരുമ്പോഴാണ് നമ്മളെ ആ ഒരു റിലേഷൻ ബ്രേക്ക് ആവലും നമ്മൾ വേറൊരാളെ തേടി പോകുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. നമ്മൾ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാണ്ട് നോക്കിയാൽ മതി. ഈ കല്യാണത്തെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ കല്യാണം കഴിഞ്ഞതാ. കല്യാണം കഴിഞ്ഞതാ. 2 കൊച്ചുങ്ങളുണ്ട്. 2 കൊച്ചുങ്ങളാ? സന്ദർഭ മമ്മിയാണോ ഇനി? എത്ര വയസ്സുണ്ട്? എനിക്ക് 31. കഴിക്കുന്നില്ലെന്നാണോ? പൊതുവെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ഒന്നും പറയാനില്ലെന്നേ. അല്ല, ഇപ്പോഴത്തെ പെപ്പിളിന്റെ കേരളത്തിന് സമ്മതിക്കുന്നില്ല, എന്താ കാര്യം? ന്യൂസ് ഒക്കെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതിന്റെ ഇതൊക്കെ വെച്ച് പിന്നെ മിക്കവരിപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്നതുകൊണ്ടും അതിന്റെ ഒക്കെ ആയിരിക്കും അറിയിച്ച. കുഴപ്പമില്ല, നന്നായിട്ട് പോകണ്ട. ഹസ്ബൻഡും എന്നോടൊപ്പം നല്ല എൻജോയ് ചെയ്ത് പോകുന്ന ആളാണ്. ഡാൻസ്, പാട്ട് അങ്ങനെയൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. 2 കൊച്ചുങ്ങളുണ്ട്. എന്റെ അഭിപ്രായം ആയിരിക്കത്തില്ലല്ലോ. എടാ നമ്മളിങ്ങനെ തെറ്റാണോ? എടി, അവൻ അറിഞ്ഞാലേ തെറ്റുള്ളൂ. അവൻ അറിയാത്തടത്തോളം ഒരു പ്രോബ്ലം ഇല്ല. ഹലോ, നീ എവിടെയാ? ഇവിടെ ആണെങ്കിലേ ഭയങ്കര തിരക്കാ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. നമ്മൾ റാൻഡമായിട്ട് കുറച്ച് റെസ്പോൺസ് എല്ലാം കണ്ടു കണ്ടായിരിക്കും. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും എന്ത് കണ്ടിട്ടാണ് ആണുങ്ങളെ സ്നേഹിക്കുന്നത്, എന്നിട്ട് പെണ്ണുങ്ങൾ എന്ത് കണ്ടിട്ടാണ് ആണുങ്ങളെ സ്നേഹിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറയുന്നത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. പിന്നെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ പെണ്ണുങ്ങളായാലും ആണുങ്ങളായിട്ട് പ്രണയിക്കുന്നത്. ഇതെല്ലാം റാൻഡം റെസ്പോൺസ് കണ്ടിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ലോയൽറ്റി നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞു സ്നേഹിക്കുവാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. ഇപ്പം പുള്ളിക്കാരത്തിക്ക് ജോലി ഇല്ലെങ്കിലും പുള്ളിക്കാരത്തി നോക്കാമെന്നാണ് പറയുന്നത്. പുള്ളിക്കാരത്തി ലോയലായിട്ട് തന്നെ. ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി കാണാറിരിക്കും. ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോയൽ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് തന്നെ സ്റ്റാൻഡ് സ്റ്റില്ലിലോട്ട് പോകും. ഇപ്പം നിങ്ങൾക്ക് സ്നേഹിക്കുവാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങളെ സ്നേഹിക്കുന്ന സമയത്ത് അപ്പേ നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അപ്പേ തന്നെ നിങ്ങൾ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാകുന്ന മുമ്പേ നിങ്ങൾ ഒരിക്കലും ആർക്കും പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഒരു മോഹം കൊടുക്കരുത്. ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതർ പേഴ്സൻ്റെ ഹാർട്ടായിരിക്കും ബ്രേക്ക് ആണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് കല്യാണത്തിലോട്ട് പോയി നിങ്ങൾ റിലേറ്റീവ്സിനെല്ലാം സംബന്ധിച്ചിട്ട് നിങ്ങളൊരു കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുന്ന മുമ്പ് എത്ര സ്നേഹമുണ്ടോ കല്യാണം കഴിച്ചിട്ടോ അത്രയും സ്നേഹം ട്രൈ ടു മെയിൻറ്റെയിൻ. ഇപ്പം കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒബ്വിയസ്ലി ഇപ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലത്തെ വർക്ക് ചെയ്യണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഫുഡ് ഇപ്പം അറിയത്തില്ലെങ്കിൽ പറഞ്ഞാൽ ബേസിക്കായിട്ട് നെസസിറ്റീസ് എല്ലാം പഠിച്ചെടുക്കണം. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും ജോലിക്ക് പോകുന്ന സമയത്ത് ഈക്വലായിട്ട് തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഏറ്റവും വലിയ നല്ലതാണ്. ഇപ്പം കുട്ടികളെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ഈക്വലായിട്ട് ഏറ്റെടുക്കണം. ഇപ്പം അല്ല പെണ്ണ് മാത്രം വീട്ടിലിരുന്ന് അങ്ങനെ ഒന്നും നമുക്ക് കാണരുത്. എല്ലാവരും ഈക്വലായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈക്വലായിട്ട് കൺസിഡർ ചെയ്തിട്ട് കല്യാണം കഴിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ട്രസ്റ്റ്, ലവ്, അഫെക്ഷൻ, ഒരു ഗുഡ് ഫാമിലി ലൈഫ് തന്നെ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് നിങ്ങൾ പോയി കൺവേ ചെയ്തെന്ന് പറഞ്ഞാൽ ആ പ്രശ്നങ്ങൾ അത് പിന്നെ ഊതി പിടിപ്പിച്ചിട്ട് വലുതാക്കിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവോഴ്സിലോട്ട് ലീഡ് ചെയ്യും. സാധാരണ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടു കാണിരിക്കും. ഇപ്പോൾ ഫാമിലി കോടതിയിലായാലും പറഞ്ഞ് സുപ്രീം കോടതിയുടെ കേസസ് അതിൻ്റെ ജഡ്ജ്മെൻ്റ് എല്ലാം ഓർഡർ ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ തന്നെ. ഇതിനകത്തെന്ന് പറയുന്നത് മാക്സിമം എന്ന് പറയുന്നത് ഡിവോഴ്സ് കേസിന് കൊടുക്കുന്ന പറഞ്ഞാൽ 90 to 95% ഫാൾസ് കേസസാണ് പറയുന്നത്. ഫാൾസ് കേസസ് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ ആണുങ്ങളുടെ ജീവിതം കുറച്ച് സ്റ്റാൻഡ് സ്റ്റില്ലോട്ട് പോകും. ഇപ്പോൾ അവർ നല്ലൊരു കരിയർ ലീഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തെങ്കിലും ഈ കേസ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ അവർക്കുള്ള മെൻ്റൽ പ്രഷർ ഇതിന് ഓഫീസിലുള്ള വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പിന്നെ ഇവിടെ പേഴ്സണൽ ലൈഫിലും കുറച്ച് എഫക്റ്റ് ആവും. ഇത് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് തന്നെ കുറച്ച് സ്റ്റാൻഡ് സ്റ്റില്ലോട്ട് പോകും. പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അവർ ബാക്കിയുള്ള ആൾക്കാർ ഇവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സ്വന്തം ഭാര്യനെ ഇങ്ങനെ കള്ളം കുടിച്ചിട്ട് വന്നിട്ട് അടിച്ചു എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ബിക്കോസ് ദേ ഫീൽ എ ലോട്ട് ആണെന്ന് പറഞ്ഞാൽ ഈ ഔട്ട്സൈഡ് സൊസൈറ്റിയിൽ പ്രഷർ കാരണം അവരുടെ ജീവിതം തന്നെ ഇല്ലാതാവത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് സംസാരിച്ച് തീർന്നാൽ മതി. സംസാരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചിട്ട് ഈ പ്രോബ്ലം അവിടെ തന്നെ ആ സമയത്താണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരുന്നത് ഏറ്റവും വലിയ നല്ലത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവോഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലുള്ള ഇയർസും വേസ്റ്റ് ആകും. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജെന്യൂൻ പ്രോബ്ലം ഉണ്ട്, ഇപ്പോൾ അഡൾട്ടറി എന്തെങ്കിലും നിങ്ങൾ ഫൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആയാലും വൈഫായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അടിക്കുന്ന ഫിസിക്കൽ ഒരു മെൻ്റൽ പ്രഷർ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കേസ് കൊടുത്ത് വിത്ത് എവിഡൻസ് കോടതി കൊണ്ട് ഫാമിലി കോടതിയിൽ അല്ലെങ്കിൽ ക്രിമിനൽ കോടതി നിങ്ങൾ കൊണ്ട് ഫയൽ ചെയ്തിട്ട് കേസ് മുന്നോട്ട് എടുത്തിട്ട് നിങ്ങളുടെ അനുകൂലമായിട്ട് നിങ്ങൾ തന്നെ ഡിവോഴ്സ് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ഒരു ചെറിയ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിവോഴ്സിലോട്ട് പോയി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇത് തന്നെ ആയിരിക്കും. പിന്നെ ഇത് ഡിവോഴ്സ് എല്ലാം കഴിഞ്ഞിട്ടല്ലായിരുന്നു നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ആണായാലും പെണ്ണായാലും സ്നേഹിച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. നമ്മളെന്ന് പറയാൻ സ്നേഹിക്കുന്ന സമയത്ത് സ്നേഹിക്കുക. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് പറയാം സ്നേഹത്തിന് വിള്ളൽ വീഴാൻ ചാൻസസ് ഒത്തിരിയാണ്. ആ വിള്ളൽ വീഴാതെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിട്ട് ഒരു ലൈഫ് നല്ല ലൈഫ് ബിൽഡപ്പ് ചെയ്തെടുത്ത് ഒരു ഗുഡ് ഫാമിലി ലൈഫ് പിള്ളേരെ കൊണ്ട് പഠിപ്പിച്ചിട്ട് ഒരു നല്ല ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡിഫറെൻറ്റ് ആൾക്കാരുടെ ഡിഫറെൻറ്റ് പെർസെപ്ഷൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഈച്ച് ആൾക്കാർക്ക് ഡിഫറെൻറ്റ് പെർസെപ്ഷൻ. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു എക്സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ ബോയ്സ് സർട്ടൻ ആൾക്കാർ ഇതിനെ പെണ്ണുങ്ങളുടെ സ്വഭാവം ഗുഡ് ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ കണ്ടിട്ടായിരിക്കും. പെണ്ണുങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇതിനകത്ത് യോജിക്കുക പോകും എനിക്ക് ഞാൻ ഒട്ടും പറയത്തില്ല. പക്ഷെ അവരുടെ പെർസെപ്ഷൻസ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ അപ്ഡേറ്റ്സ് ഇട്ടിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ, എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കാതെ കേട്ടോ. ബൈ.